അല്ല, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വാഭാവികമായിട്ട് ഏത് സംസ്ഥാനത്തും വർക്ക് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മുഴുവൻ അതാത് ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൻ്റെ നാഷണൽ ഹൈവേ വിഭാഗത്തിന് കൈമാറാറുണ്ട്. ഇത് ഞാൻ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് പൊതുമരാമത്ത് വകുപ്പിനോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യട്ടെ. ഞാനത് പിൻവലിക്കാൻ കുഴപ്പമില്ല. എനിക്ക് കിട്ടിയ വിവരമാണ് ഞാനിവിടെ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ ഇൻസെപ്ഷൻ റിപ്പോർട്ട്, ഡ്രാഫ്റ്റ് ഫീസിബിലിറ്റി റിപ്പോർട്ട്, ഫൈനൽ ഫീസിബിലിറ്റി റിപ്പോർട്ട്, ഡ്രാഫ്റ്റ് DPR, ഫൈനൽ DPR, ഇത്തരം രേഖകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ ഓരോ റിപ്പോർട്ടിൻ്റെയും കോപ്പി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൻ്റെ നാഷണൽ ഹൈവേ വിഭാഗത്തിന് കൈമാറാറുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ കാര്യത്തിൽ നമ്മുടെ ഈ മലപ്പുറത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ള ഈ ദേശീയപാത ഇടിഞ്ഞു പോകുന്നതും തകരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭൂരിഭാഗം ഇതിൻ്റെ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിൽ യാതൊരു സ്റ്റേക്കും ഇല്ല, അവർക്ക് ഇതിൻ്റെ അകത്തൊരു ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ അനാഥമാക്കുന്ന പ്രസ്താവനയാണ്. കാരണം ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്കുള്ളിൽ നടക്കുന്ന ദേശീയപാത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ആരാണ് പ്രവർത്തിപ്പിക്കേണ്ടത്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ ദുരന്തം ഉണ്ടാവാതെ നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇതിനെ എവിടെയോ 1-2 സ്ഥലത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി, അത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാവുന്നതാണ്, നാഷണൽ ഹൈവേയുടെ പ്രൊജക്റ്റുകളിൽ മുഴുവൻ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്ത് അതിനെ ഒതുക്കിക്കളയുന്നത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദയില്ലായ്മയാണെന്ന് വളരെ എളിമയോടുകൂടി ഞാൻ പറയുകയാണ്. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിലെമ്പാടും നാഷണൽ ഹൈവേ 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 9 ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഈ 9 ജില്ലകളിലും പല വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂരിയാട് നാഷണൽ ഹൈവേ ഇടിഞ്ഞു, തലശ്ശേരി മാഹി നിട്ടൂരിൽ പാലം തകർന്നു വീണു ഈ അടുത്ത കാലത്താണ്. ആലപ്പുഴ ബൈപ്പാസിൽ 3 ഭീമാകാരമായ ഗർഡറുകൾ താഴോട്ട് വീണു. അതിൻ്റെ താഴെ തൊഴിലാളികളും കുട്ടികളും കളിക്കണം കുട്ടികളും ഉണ്ടായിരുന്നു. വലിയ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ തലപ്പാറയിൽ NH പല സ്ഥലത്ത് വിള്ളൽ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് മുക്കാളി, മടപ്പള്ളി, കുന്നിയോറ പ്രദേശങ്ങളിൽ ഇടിവ് കണ്ടിട്ടുണ്ട്. കൊല്ലം ബൈപ്പാസിൽ കല്ലും താഴത്ത് പാലത്തിൻ്റെ സൈഡ് ഇടിഞ്ഞു പോയി വലിയ അപകടം ഉണ്ടായി. ആലപ്പുഴ ബൈപ്പാസിൽ കുറച്ച് നാൾ മുമ്പ് മണ്ണിടിഞ്ഞ ഒരാളും മരിച്ചു, ഒരു തൊഴിലാളി മരിച്ചു. കാസർഗോഡ് മാവുങ്കാലടക്കം പല സ്ഥലങ്ങളിൽ 2 ഡസനോളം സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കണ്ണൂർ താഴെ ചൊവ്വ പാർശ്വഭിത്തി, കൊപ്പം അടക്കമുള്ള സ്ഥലങ്ങളിൽ കണ്ണൂർ 2-3 സ്ഥലങ്ങളിൽ പാർശ്വഭിത്തി തകർന്നു പോയിട്ടുണ്ട്. ജനങ്ങൾക്ക് അപകട ഭീഷണി ഉണ്ടായിട്ടുണ്ട്. എറണാകുളത്ത് നോർത്ത് പറവൂരിലും ചെറിയപ്പള്ളിയിലും 2 പാലങ്ങൾ ഇപ്പോൾ പൊളിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായിട്ട് പാലങ്ങൾ നിർമ്മിച്ചത് കൊണ്ടിട്ട് അത് ജനങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചോദ്യം ചെയ്തപ്പോൾ ആ നിർമ്മിച്ച ഭാഗം പൊളിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ പണമൊക്കെ നമ്മുടെ ഖജനാവിലെ പണമാണ്, പൊതുജനങ്ങളുടെ പണമാണ്. തിരുവനന്തപുരത്ത് തിരുവങ്ങൂര് പാത പൊളിച്ചെന്ന് പറഞ്ഞിട്ട് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഇത് അവസാനിക്കുന്നില്ല. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് വളരെ ഗുരുതരമായൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഈ ദേശീയപാത എത്രയും പെട്ടെന്ന് നടന്നു കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അതറിയാം. പക്ഷേ അദ്ദേഹം ഇനി ചർച്ചയില്ല ദേശീയപാതയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായിട്ട് ഒരു നിലപാടെടുത്തത് ഈ നിർമ്മാണ കമ്പനികളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും അത് മുതലെടുക്കുന്നുണ്ടെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരിതിൻ്റെ കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സോ മെറ്റീരിയൽസിന് ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മർദ്ദം. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി തന്നെ പറഞ്ഞു, എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ മീറ്റിംഗ് നടത്തുന്നുണ്ട്, ഞങ്ങൾ തൊട്ടു നോക്കി ഇതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളതിന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, തിരുത്തലുകൾ വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഈ അപകടം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 2025 ഡിസംബറിന് മുമ്പ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ തീർക്കണമെന്ന്. ഇത് കമ്പനിയുടെ എഞ്ചിനീയർമാർ പറയുന്നത് ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ട്, ഇത് സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞൊരു സമ്മർദ്ദമുണ്ടെന്നാണ്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് ഇവർ കോംപ്രമൈസ് ചെയ്യാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങളുണ്ട്, ഇതിൻ്റെ ഓരോ സമയത്തും പാലിക്കേണ്ട, അതിൻ്റെ വെള്ളമൊഴിച്ച് നനച്ച് അതിൻ്റെ ക്യൂറിംഗ് പീരീഡ് പോലും പാലിക്കാൻ ചെയ്യാതെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള മലപ്പുറത്തുണ്ടായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം.
അവിടെ ഈ പാടത്തു കൂടിയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങൾ ദേശീയപാത സംരക്ഷണ സമിതി ഈ പദ്ധതിയിൽ ദേശീയപാതയുടെ വിഷയത്തിൽ 10-15 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ കണ്ണൂരത്തെ കീഴാറ്റൂർ അടക്കമുള്ള കേരളത്തിലെ ചതുപ്പുള്ള പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഈ 45 മീറ്ററിൽ ഇടിച്ചു പൊളിച്ച് വയൽ നികത്തി ചതുപ്പ് നികത്തി ബണ്ട് പോലെ വലിയ ഉയരത്തിൽ പാത നിർമ്മിച്ചു കൊണ്ടുപോകുന്നത് അശാസ്ത്രീയമാണ്. അത് പരിസ്ഥിതി വിരുദ്ധമാണ്. പാരിസ്ഥിതിക ആഘാതങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. കേരളത്തിൽ വെള്ളക്കെട്ട് സ്ഥിരമാവുന്ന സാഹചര്യം ഉണ്ടാവും. വലിയ ദുരന്തങ്ങൾക്കത് കാരണമാവും. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ നടുക്ക് തൂണിട്ടിട്ട് മുകളിലൂടെ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് ഇത് കൊണ്ടുപോകുന്നതാണ് പ്രായോഗികം എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായില്ല. ഞങ്ങൾ ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞു, ഇനി ഈ വിഷയത്തിൽ ചർച്ചയില്ല. ഏകപക്ഷീയമായിട്ട് ഈ പദ്ധതി കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിൻ്റെ ദുരന്തമാണെന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി പറയാം. അതിൻ്റെ ദുരന്തമാണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2018 ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മേധാ പട്കറാണ്. അവർ ഇടതുപക്ഷ അനുഭാവിയാണ്. അന്ന് അവർ മുഖ്യമന്ത്രിയായിട്ടൊരു മീറ്റിങ്ങിന് സമയം ചോദിച്ചു. ആദ്യം നിഷേധിച്ചെങ്കിലും അവർ തിരുവനന്തപുരത്ത് റോഡിൽ കുത്തിയിരുന്നപ്പോൾ രണ്ടാമത് വൈകിട്ട് 4 മണിക്ക് അത് അനുവദിച്ചു കൊടുത്തു. അവരോടൊപ്പം ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൻ്റെ DPRൽ ഒരുപാട് അപാകതകളുണ്ട്. ഇത് വേറെ എവിടെയൊക്കെയുള്ള പ്രൊജക്റ്റുകളുടെ കട്ട് പേസ്റ്റ് കോപ്പിയാണ് ഇവർ DPR ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആ കള്ളക്കളിക്ക് ഈ കമ്പനികളുമായിട്ട് കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ടിട്ട് ഈ പദ്ധതി പുനഃപരിശോധിക്കണം. ഇത് ചതുപ്പ് നിലങ്ങളും ഇതുപോലുള്ള സ്ഥലങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ വിദഗ്ധരായിട്ടുള്ള 2-3 പേരെയും ഈ സമരസമിതി നിർദ്ദേശിക്കുന്ന 2-3 പേരെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ DPRും ഫീസിബിലിറ്റി റിപ്പോർട്ടും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്ന് പഠിച്ചിട്ട് 1-2 ആഴ്ചയ്ക്ക് ശേഷം മാത്രം ഇതിലൊരു അന്തിമ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ട് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്ന് മടക്കി വിടുകയാണ്. അവർ വളരെ ക്ഷോഭത്തോടുകൂടിയാണ് പോയത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു ഇടതുപക്ഷക്കാരിയാണെന്ന് അങ്ങേക്കറിയാം, അങ്ങൊരു ഇടതുപക്ഷ നേതാവാണ്. പക്ഷേ ഈ പദ്ധതിയിൽ ഒരു BOT, ഈ പറയുന്ന ഒരു BOT സ്വകാര്യവൽക്കരണ, റോഡ് സ്വകാര്യവൽക്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയപ്പോൾ അത് ബോധ്യപ്പെട്ട ഞാൻ അങ്ങയോട് ഈ ഒരു നിർദ്ദേശം വെച്ചിട്ട് അതുപോലും അംഗീകരിക്കാതെ ഈ പദ്ധതി ഏകപക്ഷീയമായിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമല്ല, ഞങ്ങൾ ഇതിനെ മറ്റ് വഴികൾ ആലോചിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വളരെ ക്ഷോഭത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം മുഖ്യമന്ത്രി ഇതിൻ്റെ അകത്ത് നിർബന്ധ ബുദ്ധിയോടുകൂടി എടുത്തതാണ് ഈ ദേശീയപാത അതോറിറ്റിക്കും ഈ പ്രൈവറ്റ് കമ്പനികൾക്കുമൊക്കെ ഇത്രത്തോളം അഹങ്കാരത്തോടും ജനാധിപത്യ വിരുദ്ധമായും ജനവിരുദ്ധമായും ഈ പദ്ധതിയിൽ ഇത്രമാത്രം അഴിമതിയും കെടുകാര്യസ്ഥതയും ചെയ്യാനുള്ളൊരു അവസരമുണ്ടായതെന്ന് നമ്മൾ അംഗീകരിക്കാതെ പോകുന്നതിൽ ഒരു കാര്യമില്ല.